നാളെ ഒരുപക്ഷെ നിങ്ങളെ ഞാൻ നേരിൽ കണ്ടേക്കാം, നിങ്ങൾ എന്നെ നേരിൽ കണ്ടേക്കാം. അന്നേരം ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ വീട്ടിലെ അതിഥിയായിരിക്കാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വെള്ളം തരും, ജ്യൂസൊക്കെ ഉണ്ടാക്കി തരും, നല്ല ഫുഡ് തരും, നാളെ നല്ല കെയർ ആക്കിയിട്ട് നോക്കും. അതേപോലെ തന്നെ ഒരുപക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല, ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരിക്കും. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയും ചെയ്യും, ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ ഇപ്പൊ പറയാൻ പോകുന്നുണ്ട്. പറയുന്നവർ ആരും വിഷമം തോന്നരുത്. കാരണം ഇതൊരു നമ്മളൊരു ടോപ്പിക്ക് മാത്രമാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് ആരും പേഴ്സണലായിട്ട് പറയല്ല. ഓരോ ചിന്താഗതി, ഓരോ കാര്യങ്ങൾ പറയാണ്. അതിന് ഒരു എൻ്റെ രീതിയിൽ ചെറിയ മട്ടത്തിൽ വീഡിയോ ആക്കിയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഹൈറിച്ചിൽ ജോയിൻ ആയ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും ഒരു പേടിയും വേണ്ട. അങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, ബി ഹാപ്പി. പിന്നെ അതേപോലെ തന്നെ ഇതിന് എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ഞാൻ എൻ്റെ ഒരു കമൻറ്റ്, എനിക്ക് വന്ന ഒരുപാട് കമൻറ്റിൽ കുറച്ച് കമൻറ്റുകൾ ഇന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു ഡ്രീംസ് 8304 എന്നൊരു അക്കൗണ്ടുകാർ പറയാണ്, പൂട്ടിയാലും തുറന്നാലും ക്യാഷ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ബായ്. നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടുമെന്ന ടെൻഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സത്യം പറ, ഡിസംബർ 6 ശേഷം നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് സത്യം പറയട്ടെ. ആ തുടക്കത്തിൽ ആ ന്യൂസ് വന്ന സമയത്തുണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേങ്കിലോ നമ്മളെ ടീം മുകളിൽ നിന്നുണ്ടല്ലോ, നമുക്കൊക്കെ, ഞാൻ ഏറ്റവും താഴത്താളാണ്, അപ്പോൾ നമുക്കെല്ലാം നല്ല ഫുള്ള് ഹോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോപ്പ് പോലെ തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. പിന്നെ അതിനടുത്ത് ഒരുപാട് പേര് പോസിറ്റീവ് കമൻറ്റുകളുണ്ട്. എന്നിട്ട് ഒരാൾ പറയും, എത്ര നാൾ നുണ പറഞ്ഞ ആളുകളെ നീ പിടിച്ചു നിർത്തുന്നു. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞതിൽ ചില തെറ്റുകളുണ്ടാവും, കാരണം ഞാൻ ഒരു നാടൻ മനുഷ്യനാണ്, സാധാരണക്കാരൻ. ഓക്കെ. പിന്നെ അടുത്തത് ഒരാൾ ഇട്ട കമൻറ്റ് വയ്ക്കോളാം, അത് ശരിക്കും നോക്കിക്കോളെ. മുസ്തഫ K437 എന്ന് പറയും, ഞാൻ വർഷങ്ങളായി പെൺവാണിഭ ബിസിനസ് നടത്തുന്നു, ഇടയ്ക്കിടയ്ക്ക് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നാട്ടുകാർ എന്നോട് ചോദിക്കും എന്താ പറ്റിയെന്ന്. ഇത് നമ്മളോട് ചോദിക്കണ്ട, അയാളല്ല പെണ്ണ് കേസ് പെൺവാണിഭം നടത്തിയത്. എന്നിട്ട് ഒരാൾ നമ്മൾ പുച്ഛിച്ചിട്ട് പറയാണ് 100% ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് കേരള. എന്നിട്ട് ഓരോരുത്തൻ പറയാണ്, ഒരു ജയൻ എന്ന് പറഞ്ഞത്, നിന്നെ കാണുമ്പോൾ എന്തോ ഒരു പന്തികോട് തോന്നുന്നുണ്ടല്ലേ, എന്തോ തോന്നുന്നുണ്ടെന്ന്. അത് അയാൾക്ക് തോന്നിയതല്ലേ, നമ്മളോ പറയാ. എന്നുവെച്ചാൽ എല്ലാവർക്കും മൈൻഡ് ഡിഫറെൻ്റ് ആണ്. അവരവർക്ക് തോന്നിയ കാര്യമാണ് അവരവർ പറയുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് പറയുന്നത്. പിന്നെ വേറൊരാൾ പറയുന്നുണ്ട്, ഒരു സൈദാലി എന്ന് പറയും. സൈദാലി എന്നെ ലാസ്റ്റ് കമൻ്റ് ഇട്ടത്, എൻ്റെ പൊന്നു ചങ്ങായി, ഇതെല്ലാം മണി റൊട്ടേറ്റിംഗ് ആണ്, കമ്പനി ഒരിക്കലും പൊട്ടി എന്ന് പറയത്തില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മൂപ്പർ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. സൈദാലി എന്ന് പറഞ്ഞത് 2-3 കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ഒരു ചീത്ത ഇൻറ്റൻഷൻ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേങ്കിലുണ്ടല്ലോ, മണി റൊട്ടേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞ സംഭവം എന്നറിയാം. നമ്മളിപ്പോൾ ഇതന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ചെയിൻ മാർക്കറ്റ് ടൈപ്പാണ്. പൈസ മേടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ 1000 കിട്ടുന്നേരം 100 രൂപ കൊടുക്കും, 10,000 കിട്ടുന്ന 1000 കൊടുക്കും, ലാസ്റ്റ് എന്തെങ്കിലും 10,000 കൊണ്ടിട്ട് പൊങ്ങൽ. പക്ഷേ ഇതല്ലല്ലോ, ഇതല്ല. അത് ഫുള്ള് ക്ലിയറായിട്ട് കോടതി തന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് എനിക്കുള്ളതല്ല കമൻറ്റ്. ഓക്കെ. പിന്നെ വേറെ ഒരാൾ അതന്നെ, പിന്നെ സൈദാലി തന്നെ, ഹറാം തീറ്റിക്കാൻ വേണ്ടി ഓരോ ഉടായ്പ കമ്പനികൾ. കച്ചവടം എങ്ങനെയാ പോയി ഹറാമാകുക. പിന്നെ ഒരാൾ തമാശയാക്കിയിട്ട് പ്രബുദ്ധന്മാർ, നിങ്ങളൊരു, പിന്നെ എന്നെ പോസിറ്റീവായിട്ടുള്ള പറഞ്ഞൊരു ആളുണ്ട്, വിട്ടേക്ക്. പിന്നെ നേരത്തെ അതേപോലെ അതന്നെ, പിന്നെ ഒരു സാദിഖലി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞാണ് ബിസിനസ് റൊട്ടേഷൻ. ഓക്കെ, സാധാരണക്കല്ല. പിന്നെ വേറെ ഷിബിൽ CK എന്ന് പറഞ്ഞ ആൾ, സാധാരണക്കാർക്കെല്ലാം മനസ്സിലായി, കുറച്ച് ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ ബാക്കിയും മനസ്സിലാവും. എന്ത് മനസ്സിലാവാൻ? എന്തായാലും ബി ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഓക്കെ. പിന്നെ വേറൊരാൾ പിന്നെ അത് തന്നെ പ്രമോദ് എന്ന് പറഞ്ഞ ആൾ പറയാണ്, പുതിയ തരം ബിസിനസ് മണി ചെയിൻ. എൻ്റെ പൊന്നെ, മണി ചെയിൻ വേറെയാണ്, മാർക്കറ്റിംഗ് വേറെയാണ്. ഇത് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ മാർക്കറ്റിംഗ് ബിസിനസ്, ഡയറക്റ്റ് സെയിൽ, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ക്രിയേഷൻസ്, അങ്ങനെ പല ഒരു ഇതായിട്ട് ഇതാണ് ലെവലാകും. സുഹൃത്തേ, രാവിലെ ക്ലാസ് എടുക്കുന്ന ഒരാൾ പറഞ്ഞത് നിങ്ങളുടെ MD ലോകത്തിലെ 1ാമത്തെ കോടീശ്വരൻ അടുത്ത വർഷം ആകുമെന്നാണ്. അത് പലതും പറയും, ഞാനും പലതും പറയും, നിങ്ങളും പലതും പറയും. ഓക്കെ, വിട്. അടുത്തത് വിനോസ് എന്ന് പറഞ്ഞത്,
ഒരാൾ മൂപ്പർ പറയുന്നത് ഭയങ്കര കാര്യം കേട്ടാ. സുഹൃത്തെ, ഇനിയെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യൂ എന്നോട് പറയാണ്. കക്ഷി ചേർന്നാൽ മാത്രമേ ക്ലെയിം കിട്ടൂ. കാശു പോയവന്റെ രോദനം നിങ്ങൾക്ക് യൂട്യൂബിൽ ന്യായീകരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഹെഡ് ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാം ശരിയാകും സുഹൃത്തെ. ഈ കമ്പനിയുടെ പ്രൊഫൈൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. എന്തിനാ നമ്മൾ കേസ് കൊടുക്കേണ്ട ആവശ്യം? കാരണം എന്ന് വെച്ചാൽ കമ്പനി ഇതുവരെ നമുക്ക് പൈസ തന്നിട്ടുണ്ട്. ഇപ്പം കുറച്ചൊരു അത് കമ്പനിയെല്ലാം ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട്, അത് ഗവൺമെൻറ്റാണ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഇത് കൊടുക്കുക, ടൈം കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുക? എന്തെന്ന് ഈ പറയുന്നത്? എന്നിട്ട് വേറൊരാൾ ഇതേ ആൾ തന്നെ വിനോസ് എന്ന് പറഞ്ഞാൽ TNLR എന്ന് പറയും. ചേച്ചി എത്ര രൂപ ചേച്ചിയുടെ വേറെ ആൾക്കാരും കൂടി ഇട്ടു, അത് എനിക്കുള്ള പറ്റില്ല, വേറെ ആൾക്കുള്ളതാണ്. എന്തായാലും ഇവർക്ക് വിനോസ് ബേജാറാക്കേണ്ട ആവശ്യമില്ല, വിനോസിന് പൈസ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ കുറേ ആൾക്കാർ ഇതന്നെ വീണ്ടും ജയ് ഹൈറിച്ച് എന്നും പറഞ്ഞിട്ട്. പിന്നെ ഒരു കാർലോസ് ഫെർണാണ്ടസ് പറയാണ്, മുഖം കണ്ടാൽ അറിയാം മൂഞ്ച് തന്നെയെന്ന്. എൻ്റെ മുഖം എങ്ങനെയാണ്, ഞാൻ എന്താ ചെയ്യുക? മുഖമല്ല മനുഷ്യൻ്റെ ഇത്, മനുഷ്യൻ്റെ മനസ്സുകളാണ്. പിന്നെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ചിന്തകളാണ്. ഈ പലരും പല ടൈപ്പുള്ള മുഖങ്ങളുണ്ടാവും, ശരീരപ്രകൃതികളുണ്ടാവും. വേണ്ട വിട്ടേക്ക് അന്ന്. പിന്നെ ഒരാൾ പറഞ്ഞ കോപ്പാണ്, ആയിക്കോട്ടെ. പിന്നെ ഒരാൾ പറയാണ്, നോക്കിക്കോളാം കേൾക്ക് കേട്ടോ. ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാൾ പറയണം, ഹൈറിച്ച് ഒരിക്കലും MLM കമ്പനിയല്ല, MPM ആണ്, മൾട്ടി പോയിന്റ് മർക്കൻടൈൽ സിസ്റ്റം, ലോകത്തിലെ ആദ്യത്തെ കമ്പനി. എല്ലാവരും കേട്ടോളാം, ലോകത്തിലെ തന്നെ ആദ്യത്തെ കമ്പനി ഇത്. പിന്നെയും കുറേ പോസിറ്റീവായിട്ടുള്ളത്. പിന്നെ ആഷിഖ് PK എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് 2140 ജയ് ഹൈറിച്ച് എന്ന് തള്ളുന്ന ലീഡർമാരോട് കമ്പനി പൈസ തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിറ്റിട്ടാണെങ്കിലും തരുമെന്ന് പറഞ്ഞാൽ പണം നിക്ഷേപിച്ച സാധാരണക്കാർക്ക് സമാധാനമായനെ. എന്തായാലും ഇവർക്ക് നമ്മളെ വീടൊന്നും വിറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പനി തന്നെ കൊടുത്തോളൂ. പിന്നെ ആഷിക്ക് കൂടിനൊന്നും അറിയില്ല, കൂടിയിട്ടുണ്ടാവില്ല, എന്നാലും അവർ ബേജാറെന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഈ നാട്ടുകാരുടെ പൈസ പോകുന്ന നാട്ടുകാർക്ക് ബേജാറുണ്ടാവും. അതൊരു ഇതാണ്. വിട്ടെ, അതൊന്നും വിട്ടേക്ക്. ഇനി അടുത്ത കമൻറ്റിലേക്ക് പോവുക. ടാക്സ് അടച്ചോ? ഇതുവരെ ടാക്സ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കൺഫ്യൂഷനില്ല, അത് ക്ലിയർ ആയിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും ക്ലിയർ ആവും. പിന്നെ ഒരാൾ വൈശാഖ് HP എന്ന് പറഞ്ഞ, ഈ വാണത്തിന് ഇനിയും ബോധം വന്നില്ലല്ലോ, ഉഡായിപ്പ് കമ്പനി. വാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് വിടുമല്ലോ റോക്കറ്റ്, അത് കേട്ടാ. ഓക്കെ, തെറ്റിദ്ധരിക്കണ്ട. പിന്നെ വേറൊരാൾ ജോർജൂസ് എന്ന് പറഞ്ഞ, ഗൾഫിൽ കുബൂസും തൈരും തിന്നു ഉണ്ടാക്കിയ കാശ് എന്തിനാ കള്ളന്മാർക്ക് കൊടുക്കുന്നേ? ഇത് നല്ലൊരു ജെന്യൂനായിട്ട് ഇതായാണ്. ഇല്ലേ ജോർജൂസേ, നമ്മൾ നല്ല കമ്പനിക്ക് തന്നെയാണ് കൊടുത്തത്. പിന്നെ വേറൊരാൾ വിജയാനി, ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ സന്തോഷം കാണുന്നില്ല, എന്ത് പറ്റി? സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ ടൈപ്പിലും ഓരോരു മൂഡായിരിക്കും. കാരണം രാവിലെ എണീച്ച് നല്ല റിഫ്രഷ് ആയിട്ട് ഇങ്ങനെ എണീച്ചത് ഇതായിരിക്കും. ഉച്ചയ്ക്ക് ചോറ് തിന്നാൽ വേറെ ടൈപ്പായിരിക്കും. രാത്രി ഉറങ്ങാൻ പോകുന്നാൽ ഉറക്കം പോയി കഴിഞ്ഞാൽ വേറെ ടൈപ്പായിരിക്കും. പിന്നെ ബോഡി ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ മുഖമെല്ലാം മാറും കേട്ടോ. അതൊന്നും ഇതല്ല. പിന്നെ ഷൗക്കത്ത് അലി വാപ്പു പറയാണ് ക്യാപ്സൂൾ ഇതൊന്നും പോരാന്ന്. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ മുഹമ്മദ് പറയാണ് എല്ലാം മനസ്സിലായി വരുന്നുണ്ടല്ലേ ബ്രോ. പിന്നെ ഒരാൾ പറ അനക്ക് പിരാന്തായിന്ന്. പിന്നെ പറയാണ് യൂട്യൂബിൽ തള്ളിമറിച്ചവളൊക്കെ ഇപ്പോൾ പറയുന്നത് നമ്മൾ ചേർന്നിട്ടില്ല എന്നാണ്. ഞാൻ ചേർന്നിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരാൾ എനിക്ക് ഏറ്റവും വലിയ കൂടുതൽ കമൻറ്റ് കിട്ടിയത് പൊട്ടൻ എന്നുള്ളതാണ്. ഒരുത്തൻ പറഞ്ഞ അഖിൽ ശ്രുതി എന്ന് പറഞ്ഞ ഒരുത്തൻ പറയാണ് പൊട്ടത്തരം പറയാതെടോ ജയ് ഹൈ. പിന്നെ വേറൊരാൾ പറയുന്നത് ഫ്രാൻസിസ് MK എന്ന് പറയും അങ്ങനെ എന്തിനാ പൂട്ടിപ്പോകുന്നത്. പിന്നെ സൈദാലി തന്നെ, സൈദാലി ആള് പൊലിയാട്ടാ. ഇത് പുതിയതൊന്നുമല്ല ഭായ്, എത്ര കമ്പനികൾ വന്ന് പൂട്ടി മൂഞ്ചിപ്പോയി. നിങ്ങൾ ഇതിൽ പുതിയതാണ് അങ്ങനെ പറ. പക്ക ഹറാം മണി റൊട്ടേഷൻ, എൻ്റെ മണി നിങ്ങൾക്ക് തരുന്നു, നിൻ്റെ മണി എനിക്ക് തരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാന്ന് നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ വിജയൻ പിന്നെയും വന്ന് പെട്ടതോ പെട്ട് ബാക്കിയുള്ളവരും പെടുത്തണമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ മുഹമ്മദ് വെളിയൻ കൊണ്ട് അന്നും എന്തും നാളെയും ജയിലിലും ഒപ്പം കിടന്ന് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. എന്നോട് ജയിലിൽ പോകുന്ന പറയുന്നത്. എന്തായാലും അതിനൊന്നും വേണ്ടി വരില്ല, കോടതി തന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരാൾ പറയും ഇറ്റ്സ് എ സ്കാം, ഹാർഡ് വർക്ക് ഓൺലി പേ ഓഫ്. അത് അല്ല,
ഹാർഡ് വർക്കിൽ ശമ്പളം കിട്ടും. നമ്മൾ 4 തരം കാറ്റഗറി ഉണ്ട് എന്ന് വെച്ചാൽ 4-5 തരം ഉണ്ട്. അത് 4 പറയാം. ഒന്ന് ജോലി എടുക്കുന്ന ആൾക്കാർ, പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ എന്ന് വെച്ചാൽ പിന്നെന്തോ ഉണ്ടപ്പാ സോറി ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സെൽഫ് എംപ്ലോയിഡ്, പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, നാലാമത്തെന്ന് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെ 4 തരം കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ജോലി ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുന്നവർ ജോലി ചെയ്യുക, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റും കച്ചവടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള എനിക്ക് തോന്നുന്നത്. അസറ്റ് വാങ്ങുക, അസറ്റിലൂടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട്. പിന്നെ ഒരു ട്രാവൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ GST പറ്റിയിട്ട് എന്തോ ഒരു വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രീകുമാർ 618 എന്ന് പറഞ്ഞ ആൾ പറയുന്നത് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, ഇനിയല്ല അടി തുടങ്ങാൻ പോകുന്നത്. പ്രതാപൻ സാറും മാഡമും ലീഡർമാരും മറ്റ് സാറന്മാരും എല്ലാവരും ജനങ്ങളുടെ അടിയുടെ ചൂട് അറിയാൻ പോകുന്നു. എന്തിനാ ജനങ്ങൾ അടിക്കുന്നത്? ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നൊരു കമ്പനിയല്ലേ, ആരും അടിക്കുക. നമുക്കെന്തായാലും നിങ്ങളോടെല്ലാം നന്ദിയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഐറിച്ചിന് നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരാൾ പറയണ ഐസക്ക് എന്ന് പറഞ്ഞ ഐറിച്ചി പൊട്ടിയില്ലേ? ഇല്ല, പൊട്ടിയില്ല, പൊട്ടൂല. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, പൊട്ടിയിട്ടില്ല കേട്ടോ. പിന്നെയും വന്ന പിന്നെ ഡ്രീംസ് പിന്നെയും വന്നടാ പൊട്ടാ. ഹൈറിച്ച് ഇപ്പോൾ ഒരു ചത്ത കുട്ടിയാണ്, അതിൻ്റെ ജാതകം ഇനി നോക്കണ്ട, നിന്റെ ഇതിലിട്ട ക്യാഷ് സ്വാഹ, നിനക്ക് 5 പൈസ തിരിച്ച് കിട്ടില്ല. വിവരമുള്ള ആരോടെങ്കിലും നീ ഇതിനെപ്പറ്റി ചോദിച്ചു നോക്കുക, അവർ നിനക്ക് പറഞ്ഞു തരും, മനസ്സിലാക്കി തരും. ബേഡ്സ് ആക്ട് ഇല്ല, എനിക്ക് കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള നമ്മളെ നീതിപീഠം അതിന് പോസിറ്റീവായിട്ടുള്ളൊരു ഇത് പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ വേറെ ചാൾസ് ഡേവിസ് എന്ന് പറഞ്ഞ മണ്ടനാവാൻ ആവശ്യം തീരുമാനിച്ചിറങ്ങിയിരിക്കുക. ഞാൻ മണ്ടനാൻ വേണ്ടിയിട്ടായിട്ട് സ്വയം തീരുമാനിച്ചിറങ്ങിയതാണെന്ന്. ഓക്കെ, അന്നേരം വേറെ ഡ്രീംസ് പിന്നെയും വന്നല്ല, നീ അറബിയെ പറ്റിച്ച ക്യാഷായിരിക്കും ഹൈറിച്ചിലിട്ടത്, അതുകൊണ്ടായിരിക്കും ഹൈറിച്ച് പൊട്ടിയത്. ഇവിടെ അറബികൾ ഭയങ്കര ഉഷാറാ, അവരുടെ പൈസ ഒന്നും അങ്ങനെ പറ്റിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, നമുക്കങ്ങനെ പഠിച്ചിട്ടില്ല പറ്റിക്കുന്നവരോടൊന്നും. നേരം താഴെ തന്നെ ഞാൻ ഒരാൾ മറുപടി ഇട്ടിട്ടുണ്ട്, ബാബുരാജ് എന്ന് പറഞ്ഞാൽ എവിടെ പൊട്ടി? അതാ ഞാൻ ചോദിക്കുന്നത്, എവിടെയാ കമ്പനി പൊട്ടിയേ? പിന്നെ എനിക്ക് വന്നേ പൊട്ടൻ, കുറേ പൊട്ടൻ വിളി കേട്ടോട്ടാ. പിന്നെ ഒരാൾ പറയണത്, എൻ്റെ പൊന്നു ചങ്ങായി, നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കും, നിങ്ങൾ എന്ത് പഠിച്ചിട്ടാണ് ഇത് ചേർന്നതെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെട്ടെന്ന് നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തന്നെ പറയും ഒരു പിണ്ണാക്കും അറിയില്ല എന്നത്. അതായത് ഉത്തമ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കമ്പനിക്ക് നിക്ഷേപമായി പൈസ സ്വീകരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സ്ഥിരതയോടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ കാറ്റിൽ പറത്തി അന്യായമായ ലാഭം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിച്ചാൽ ആ കമ്പനി കുഴപ്പത്തിലാകുകയുള്ളൂ. വളരെ അധികം റിസ്ക് ഉള്ളതും അൺറെഗുലേറ്റഡായ ഒരു മേഖലയാണ് ക്രിപ്റ്റോ. അവിടെ ലാഭം മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല എന്ന് സാരം. എന്തൊക്കെ പറഞ്ഞാലും മലയാളി പഠിക്കില്ല അടുത്ത മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൽ സിസ്റ്റം വരുന്നവരേക്കും. എന്തായാലും ഇദ്ദേഹം നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിനും പിന്നെ കേരള മഹാരാജ്യത്തിനും സംസ്ഥാനത്തിനും ഇത് ടാക്സ് കിട്ടുന്ന നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ ഇത് ഉപകാരപ്പെടും. പിന്നെ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി കാണാൻ വരുന്ന ക്രിപ്റ്റോൻ്റെ ലോഗാണ് അത്. നിങ്ങൾ എൻ്റെ വാക്ക് നോട്ട് ചെയ്തോ. ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭൂരിപക്ഷം ക്രിപ്റ്റോകളും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഈ ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ റേറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്ക്, ബിറ്റ് കോയിൻ ടുഡേ റേറ്റ്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്ന ഒരുപാട് 10,000 ക്രിപ്റ്റോകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഐസ്, പൈ, പിന്നെ അതേപോലെ തന്നെ വേറെ ഒരുപാടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫ്രീ ഉണ്ടാകാനൊന്ന് ചെയ്ത് വെച്ച്, പൈസ ചിലവൊന്നുമില്ല, നിങ്ങൾ മൈൻ ചെയ്യുക, ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് വരുന്നവരെ അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വരും. ഇനി അതിലൂടെയാണ് കൊടുക്കലും വാങ്ങലൊക്കെ നടക്കുക. ഇതൊക്കെ പുതിയ ഇതായതുകൊണ്ട് തുടക്കത്തിൽ ചെറിയ നിയമപരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതൊക്കെ മാറി വരും. കാരണം എന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യനും മാറും, പിന്നെ അതേപോലെ സിസ്റ്റവും മാറും. ഞാൻ പറയട്ടെ, കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പേ കമ്പ്യൂട്ടറിനെ എതിർത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വാഹനം വന്ന സമയത്ത് വാഹനത്തെ എതിർത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നോക്കിയിട്ട് ബാറ്ററീൻ്റെ
വാഹനങ്ങൾ നിരത്തിലോടുന്നു. ഇത് ബാറ്ററിൻ്റെ വാഹനങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു, കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അത് വളർത്താൻ സമ്മതിക്കാതിരുന്നായിരുന്നു. കാരണം അത് വളർന്നു കഴിഞ്ഞാൽ ഓൾറെഡി വളർന്ന കമ്പനികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് ഒരു ഉസ്മാൻ വിപ്പിന്ന സുഹൃത്തെ, അടക്ക കാട്ടാലും ആന കാട്ടാലും കള്ളൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ അടക്ക കട്ടാലും ആന കട്ടാലും കള്ളൻ തന്നെ. നികുതി വെട്ടിപ്പ് നടത്തിയത് കൊണ്ടല്ലേ ഇത് കോടി അടച്ച്. എന്തായാലും കോടി അടച്ച് അല്ലെങ്കിലും ടാക്സ് എല്ലാം അടയ്ക്കുന്ന ചെറിയ കൺഫ്യൂഷൻസിന് അതെന്തായാലും ക്ലിയർ ആയി എന്ന് പറയാം. ഇനി വേറൊരാൾ പറയാം, ബാബു നൗഫൽ എന്ന് പറയാം. ഞങ്ങളെന്താ വേണ്ടത് നീ പറ, ഞങ്ങളുടെ കാശും പോയി. ഇയാൾ ഇട്ടിനോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇയാളെ കാശ് എവിടെയും പോകില്ല, കമ്പനി എന്തായാലും പോകും. പിന്നെ വേറൊരാൾ മാന്യനായൊരു പൊട്ടൻ എന്താ അല്ലേ. എന്തായാലും എന്നെ ഒരാളെങ്കിലും മാന്യനെന്ന് വിളിച്ചത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരാൾ പറഞ്ഞ് എൻ്റെ 800 രൂപ പോയി. 800 രൂപ എന്ന് പറഞ്ഞാൽ അംഗത്തെ എടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള നിങ്ങൾ സാധനം മേടിച്ചതിന് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. നിങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് സാധാരണ നിങ്ങൾ മേടിക്കുന്ന എനിക്കറിയും, കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. നിങ്ങൾ ഐഡിയ ഇവിടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ. പിന്നെ വേറൊരാൾ ആശിഷ് എന്ന് പറഞ്ഞ ഒരാൾ പറയും ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഇതാണ് അത്. സോ ഇത് വലിയ ഇതാണ്. ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ. പിന്നെ മാസർ റണ്ണർ എന്ന് പറഞ്ഞ ഒരാൾ പറയണത് എന്തെല്ലാം പേരപ്പാ. അഹാ മൊയന്ത് എന്ന് പറഞ്ഞാലും പോരെ, യജാതി മൊയന്ത്. എന്നെ പറ്റിട്ടാ. താങ്ക് യു. നേരം വേറെ ഒരു കളിയാട്ടം എന്ന് പറഞ്ഞ ഒരാൾ പറയാം, ശരിക്കും നീ പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുന്നതാണോ കഷ്ടം. അയ്യോ. എന്നിട്ട് വേറൊരാൾ അതേ ആളെന്നെ പറയണേ കളിയാട്ടം എന്നാണ് പേര്. നീ സപ്പൊട്ടിക്കോ, ആണുങ്ങൾ പൈസയും കൊണ്ടുപോയി. ഈ സപ്പൊട്ടിക്കോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം, ആൺകുട്ടികൾ പൈസയും കൊണ്ടുപോയി. ആര് പോയിട്ടില്ലല്ലോ. പൈസ എന്തായാലും സേഫാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നേരം വേറൊരാളെ വിളിച്ച ഡാ മരക്കിഴങ്ങ പൈസ പോയോ. എനിക്ക് മരക്കിഴങ്ങ് എന്നെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പോകുന്നു. മരക്കിഴങ്ങ് തിന്നുന്ന സാധനമല്ല, എന്നെ പിടിച്ച് തിന്നാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ. കാനബിളുടെ ആൾക്കാർ തിന്നാൻ പറ്റും കേട്ടോ. ഞാൻ പേടി അങ്ങോട്ടെല്ലാം പോകാൻ. പിന്നെ പൈസ പോയിട്ടൊന്നും ഇല്ലേ പൈസ. എന്നിട്ട് ഓരോരുത്തരും പറയാം മെഹ്റ ഫാത്തിമ എന്നൊരു ഒരാൾ ചോദിക്കുന്നത് എല്ലാം പോയില്ലേ. ഒന്നും പോയിട്ടില്ല മെഹ്റ, ഒന്നും പോയിട്ടില്ല. പിന്നെ വേറൊരു ഡേവിസ് SP ഡേവിഡ് എന്ന് പറഞ്ഞ ആൾ പറയാണ് മൊയന്ത്. താങ്ക് യു. എന്നെ ഒരാളെങ്കിൽ ഇത്ര മൊയന്തെന്ന് വിളിച്ചല്ലോ, നന്ദി, നമസ്കാരം. പിന്നെ വേറൊരാൾ പറയാണ് ജോർജ്, ക്രിപ്റ്റോ കറൻസി ഒക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റുപ്പിഡിറ്റി. ഇത്രയും പേര് രക്ഷപ്പെട്ടു എങ്കിൽ താങ്കൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല. ക്രിപ്റ്റോ കറൻസിയിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരെ ലോഞ്ചായിട്ടുള്ളതെന്നുള്ളൂ. ലിസ്റ്റിംഗ് ആയിക്കഴിഞ്ഞാൽ അത് നല്ല വാല്യൂ വരുന്നതാണ്. പിന്നെ ഇത്രയും പേര് രക്ഷപ്പെട്ടു എങ്കിൽ താങ്കൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല. മനസ്സിലായില്ല. നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് ഞാൻ എന്തായാലും വരും, ആ ഒരു ഉറപ്പില്ല, ആ ഒരു ഇതില്ല. പിന്നെ ഒരാൾ കളിയാക്കിയിട്ട് പറഞ്ഞ അതെ ഇഷ്ടപ്പെട്ടോ അത്ര. പിന്നെ വേറൊരാൾ പറയുകയാണ് ഫാദു, സത്യത്തിൽ തിരിച്ചു വരുമോ. അതിന് തിരിച്ചു വരാണ് പോയിട്ടില്ല, ഒരു വെരിഫിക്കേഷൻ അത്രേ ഉള്ളൂ. പിന്നെ ഒരു ജോൺ സോണ്ടെ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് പൈസ ഇട്ടവരുടെ പൈസ പോകും അല്ലെങ്കിൽ ബ്ലോക്ക് ആകും. ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, പൈസയും പോയിട്ടില്ല, ബ്ലോക്കും ആവില്ല കേട്ടോ. നല്ല ഹാപ്പി ന്യൂസ് തന്നെയാണ്. പിന്നെന്താ ഞാൻ പറയേണ്ടത്, ഒരു ആദർശാദു എന്ന് പറഞ്ഞൊരു ആൾ പറയണേ ക്രിപ്റ്റോ എന്നാന്ന് പഠിച്ചിട്ട് വാടേ. ക്രിപ്റ്റോ എന്തായാലും നാളത്തേക്കുള്ള ഒരു ഫ്യൂച്ചർ അസറ്റ് തന്നെയാണ്. അത് സ്റ്റാർട്ടിങ് ഇതെല്ലാം മൈനിങ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. നോഡ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ വഴിയാണ് അത് ചെയ്തിരുന്നത് ആദ്യത്തെ ബിറ്റ് കോയിൻ. ഇപ്പോൾ മൊബൈലൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുക, അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇവരുടെ അടുത്തുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് അധികം അറിയില്ല, എനിക്ക് ഏത് ഹൈറിച്ചിൻ്റെ ക്രിപ്റ്റോനെ പറ്റിയിട്ട്. ഓക്കെ, എന്തായാലും ആ ഒരു ഫുള്ള് ലോകത്ത് തന്നെ ഒരു മാറ്റിമറിക്കുന്ന ഒരു പുതിയൊരു എന്താ പറയുക ഒരു അതന്നെ, അത് പറയുന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക. പിന്നെന്തല്ല ഉള്ളത്, പിന്നെ ചെയ്താൽ ഇത് ഞാൻ പറഞ്ഞാണെങ്കിൽ ഉടായിപ്പ് ഇപ്പം പറയുന്നത് 29 കിട്ടുമെന്ന്. എന്തായാലും ഉറപ്പായിട്ട് 29 നമുക്ക് തിരിച്ചു കിട്ടും, പൈസ എല്ലാം അക്കൗണ്ടിൽ പോകും കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ ഒരാൾ ഒരു മല്ലു വൈദ്യുതി, അത് വലിയൊരു ഇതാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകും, വേണ്ട വിട്.
പിന്നെ അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് മണി ചെയിൻ എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? മണി ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് 1000 റുപ്യ മേടിക്കുക, താഴത്തോലേക്ക് 10 റുപ്യ കൊടുക്കുക, പിന്നെ താഴത്തോലെടുത്ത് 1000 മേടിക്കുക, അതിൻ്റെ താഴത്ത് 10 റുപ്യ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു വലിയൊരു എമൗണ്ട് ആകുന്നപ്പോൾ അതും കൊണ്ട് ഒറ്റ മുങ്ങൽ പും. അതാണ് മണി ചെയിൻ. അനീഷ് എന്നൊരാൾ പറയാണ് എന്നെ പറ്റിച്ച് കിളി പോയി എന്നാണ് തോന്നുന്നത്. യാക്ക് ബട്ടായ കിളി പോയി എന്നാണ് തോന്നുന്നത്, ആ ഒരു കാറ്റഗറിയിൽ. പക്ഷെ കിളിയൊന്നും പോയിട്ടില്ലല്ലോ, കിളിയൊന്നും പോകേണ്ട അവസ്ഥ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു അർജുന് വരികയാണ്, ഏതോ അനൗദ്യോഗികമായിട്ടുള്ള ബക്കറ്റ് പിരിവ് പോലും നിരോധിച്ചിരിക്കുന്ന നാടാണിത്. അവിടെ 2 പേര് കൂപ്പൺ എന്നും പറഞ്ഞ് ഒരു ലൈസൻസ് ഇല്ലാണ്ട് പണം പിരിക്കണത് നോക്കിയിരിക്കാൻ പറ്റില്ല. അത് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്ന എന്താ കേസിന് പോകാത്തത്? വാദി ഇവന്മാർക്ക് അറിയാന്ന് ഇല്ല. ഇതിനെതിരെ ഒരാൾക്കെതിരെ ഞാനൊരു ബാഡായിട്ടുള്ളൊരു കമൻറ്റും പറയില്ല, ആർക്കെതിരെ ഞാൻ കേസിനും പോവില്ല, ആരും പോവില്ല. കാരണം എന്ന് വെച്ചില്ലേ, ഇത് കേരളത്തിന് തന്നെ ഒരു അഭിമാനം ഉണ്ടാകുന്ന ഒരു കമ്പനിയാണ്. അതിനെ ഇത്രത്തോളം വളർത്തിയെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളുമാണ്. എന്തായാലും ചിന്തകൾ മറിയട്ടെ. ഓക്കെ. ഇനി രണ്ടാമത്തത് ഷീബ എന്ന് പറഞ്ഞത്, അതൊരു പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. GST കൊടുക്കുന്ന കമ്പനി തന്നെയാണ് ഹൈറിച്ച്. അഡ്വാൻസ് കൂപ്പൺ അമൗണ്ടിനും GST കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈറിച്ച് ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും വളരെ പ്രയോജനമുള്ളത് തന്നെയാണ്. ഓക്കെ. പിന്നെ കുറേ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഉദയ് കുമാർ എന്ന ഒരാൾ വന്നിട്ട് പറയാണ്, 29-ന് തുറന്നാൽ നിനക്കൊന്നും ഒരു ഗുണവുമില്ലല്ലോ. എനിക്ക് മനസ്സിലാകുന്നില്ല. ഗുണമുണ്ട് ചങ്ങയ്യേ. കാരണം 29-നേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരും, കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിനല്ലോ. പിന്നെ അടുത്ത ആൾ സൈദാലി പിന്നെയും വരികയാണ്. സൈദാലിയാണ് ഇതിലത്തെ ഹീറോ. എൻ്റെ പൊന്ന് സഹോന്ന പറഞ്ഞത്, കമ്പനിയുടെ തലപ്പത്തുള്ള വർക്ക് സേഫ് ആകാൻ വേണ്ടിയാണ് ടൈം കൂട്ടി കൊണ്ടുപോകുന്നത്. അത് വൈകാതെ എല്ലാവർക്കും അറിയാം. ഞാനിനി ഒന്നും പറയുന്നില്ല. എന്തായാലും അതൊന്നും ഉണ്ടാവില്ല. പോസിറ്റീവായിട്ട് തന്നെയാണ് അവിടുന്ന് ന്യൂസ് കിട്ടുന്നത്. എന്തായാലും 29 തന്നെ ക്ലിയർ ആവും കേട്ടോ. പിന്നെ സൈദാലി തന്നെ പിന്നെയും വരികയാണ്, നീ കമ്പനിയെ പറ്റിയിട്ടാണ് പഠിച്ചതെങ്കിൽ ഞാൻ പഠിച്ചത് കമ്പനി ഉണ്ടാക്കിയവരെ പറ്റിയിട്ടാണ്. നേരെ അതിൻ്റെ അകത്ത് ഏറെ സ്മാർട്ട് എന്ന് പറഞ്ഞ ആൾ തിരിച്ചു പറയുന്നത്, നീയാണ് പോയത്, നീ ചിരിച്ചിട്ടായത്. നല്ല കോമഡി കമൻറ്റുകളാണ് കേട്ടോ. പിന്നെന്താ പറയുക, ലീഗൽ പരിപാടി ഒന്നും ഇല്ലെന്നേ അവർക്ക് കൊച്ചിന്. പിന്നെ ഒരാൾ അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ്, ലീഗൽ പരിപാടി ഒന്നും ഇല്ലെന്ന് അവർക്ക്. കൊച്ചിൻ അനീഫ് പറഞ്ഞ പോലെ വായുവിൽ എഴുതി അങ്ങ് കൂട്ടും. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് വായുവിൽ ഇട്ട്. പിന്നെ അതേപോലെ തന്നെ 7 നോട്ട്സ് മസിൽ മ്യൂസിക്സ് എന്ന് പറഞ്ഞ ഒരാൾ പറയാണ്, എന്നുവെച്ചാൽ ഇതിൻ്റെ കമ്പനിയുടെ അക്കൗണ്ട്സും സ്ഥാപന ജംഗമ വസ്തുക്കളും ഫ്രീസ് ചെയ്ത നടപടിയെ പറ്റി എന്ത് പറയുന്നു? എല്ലാ ലീഡേഴ്സും GST പ്രശ്നം മാത്രമാണ് പറഞ്ഞത്. ബഡ്സ് ആക്ടിനെ പറ്റി ഒരക്ഷരം പോലും ഇടുന്നില്ല. അതെന്താണ് സഹോ? അതിൽ നിന്ന് ഊരിപ്പോരാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിയമത്തിൻ്റെ വഴിക്ക് വിട്ടേക്ക്. എല്ലാം കോടതിയും പിന്നെ അത് കമ്പനിയെല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ അതിനൊന്നും കമൻറ്റ് പറയുന്ന ആളില്ല. അത്ര വലിയ അറിവുള്ള ഒരുത്തണമെന്നല്ല ഞാൻ. പിന്നെ വലിയൊരു കമൻറ്റ് ഇട്ടിന് കേട്ടോ ഒരാൾ, അതന്നെ സുധി തന്നെ. പിന്നെ വേറുള്ള ഷംനാഥ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, വിവരമില്ലെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് അതിൻ്റെ ശരിയായ നിയമവശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ? ഒരു വക്കീലിനോട് ചോദിച്ചാൽ അറിയാമല്ലോ. ഒന്നുമില്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്തൊക്കെ ആക്ഷൻ എടുത്തു എന്ന് ഒന്ന് മനസ്സിലാക്കൂ. അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞ പോലെ എന്തോ വലിയ ലാഭം പ്രതീക്ഷിച്ചു വിളിക്കുന്ന കുറേ മനുഷ്യരെ കണ്ടിട്ട് വിഷമം തോന്നുന്നു. പക്ഷെങ്കിൽ ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടതുകൊണ്ടാണ് അവർ ഇതിലേക്ക് കൂടിയത്. ഓക്കെ. എന്നുവെച്ചാൽ അതിൽ പല ആൾക്കാർക്കും വീട്ടിൽ കഞ്ഞി പോലും കുടിക്കാത്ത അവസ്ഥയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ലൊരു ഹാപ്പി ആയിട്ടാണ് അവർ ജീവിച്ചത്. കാരണം ഈ ഒരു വിശ്വാസത അത് ചില്ലറൊന്നുമല്ല. ഒരു കമ്പനിക്ക് ഇതേപോലത്തെ ഒരു കമ്പനിയെ വിശ്വസിക്കുക, കമ്പനി തിരിച്ചും അതിലുള്ള ജനങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത്. പല കുടുംബങ്ങളിലും ഇപ്പം അരി പുകയുന്ന അരിച്ചു കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് തന്നെ കേട്ടോ.
പിന്നെ മുസ്തഫ കെ, ഈ സാധു പെട്ടതാണ്, ഇവനൊക്കെ മുങ്ങും. ആദ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ സാധു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സാധു ഇല്ല, ഞാൻ ഈ വർത്താനം പറയേണ്ട മനസ്സിലൊന്നുമില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് ആരോടും വെറുപ്പും വിരോധവും വിഷമമൊന്നുമില്ല. പിന്നെ ഇവനൊക്കെ മുങ്ങും, എനിക്ക് മുങ്ങാൻ എവിടെയൊന്നുമില്ല, സ്ഥലമൊന്നുമില്ല, പിന്നെ എൻ്റെ അടുത്തൊന്നും ഇല്ല മുങ്ങാൻ കേട്ടോ, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. പിന്നെ വേറൊരാൾ പറയണേ, അയാൾ നമ്പറാണ്, പേരൊന്നും കാണില്ല, എവിടെ എന്നിട്ട് ഇതുവരെ ഒന്നും പുറത്തെത്തിയില്ലേ ഇജാതി മരപ്പൊട്ടൻ. പൊട്ടംവിളി കേട്ടിട്ട് ഞാൻ കുളിര് കയറിയിട്ടുള്ളത്. പിന്നെ വേറൊരാൾ പറയണ, ഈ ഫേക്ക് ന്യൂസ് പോലും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന തൻ്റെ ഒക്കെ കാശ് അവന്മാർ പറ്റില്ലേ. അത്ഭുതമുള്ളൂ. ഓക്കെ പോട്ടെ, സോറി. പിന്നെ അതേപോലെ തന്നെ, അയ്യോ ഇത് വായിച്ച് തീർന്നില്ലല്ലോ. ഓക്കെ എടാ പൊട്ടാ, ഒരു വെള്ള പേപ്പർ എടുത്തോ, എഴുതി വെച്ചോ, പൈസ പോയി 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 പൊട്ടൻ. പോയിട്ടില്ല, ഞാൻ പൊട്ടനല്ല. എന്തായാലും ഒന്ന് പോട്. നേരെ ഒരാൾ പോസിറ്റീവായിട്ട് മിടുക്കൻ, ഇതാ വേണ്ടത്. താങ്ക് യു സോ മച്ച് മാൻ. അനില കുമാരി. നേരെ വേറെയുള്ള മജീദ് എന്ന് പറഞ്ഞ വരികയാണ്, പമ്പര വിഡ്ഡി. ചിരിയിലാണ് കമൻറ്റ് വന്നത്. താങ്ക് യു സോ മച്ച്, എന്നെ നിങ്ങൾ പമ്പര വിഡ്ഡി എന്ന് വിളിച്ചെന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഷിബിൽ സീക്കൻ, ചേരണം എന്നാലേ മുമ്പ് കൂടിയവർക്ക് ക്യാഷ് കിട്ടിക്കണ്ടു, അതിനുള്ള അടുത്ത ഉടായ്പമായിട്ട് വന്നാലോ. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കമ്പനി ഇതുണ്ടല്ലോ, എന്താ പറയുക, കോടതി ഓക്കെ പറഞ്ഞ് നിങ്ങൾ ചേർന്നു എന്ന് ഞാൻ പറഞ്ഞു. കമ്പനി എന്ന് പറഞ്ഞാൽ നീതിപീഠാണ്. ആ നീതിപീഠം ഓക്കെ പറഞ്ഞാൽ അതിലപ്പുറം വേറൊന്നും ആരും പറയാനില്ല. ഓക്കെ, വേറെ തന്നെ മസർ റണ്ണർ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പറയാൻ, മൊയന്തെന്നും പറഞ്ഞാലും മൊയന്തെന്ന് പറഞ്ഞാലും പോരാ, എച്ചാതി മൊയന്ത് എന്നെ പറ്റിട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ വേറൊരു ഷിബിൽ സിക്ക് പറയാണ്, ഹൈറിച്ച് ഉള്ളത് കൊണ്ടല്ലേ കേരളം കഞ്ഞി കുടിച്ചു പോകുന്നത്. എന്ത് വാടേ, കേരളം മാത്രമൊന്നല്ല, ഇന്ത്യയിൽ തന്നെ കുറേ ആൾക്കാർ ഹൈറിച്ച് കൊണ്ട് കഞ്ഞി കുടിച്ചു പോകുന്നുണ്ട്. അതിന് നിങ്ങൾ അതിൽ കഞ്ഞി കുടിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയാത്തത്. നേരം ഒരാൾ പറയാണ്, അത് വലിയൊരു വക്കീലാണ്, അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ. കമ്പനി തിരിച്ചു വന്നാൽ ഞാൻ നിങ്ങൾക്കൊരു മോതിരം ഇട്ട് തരും, ഒരിക്കലും നോർമൽ ആവില്ലേക്ക. 30 നല്ല സ്നേഹത്തോടെ സംസാരിച്ചോട്ടെ. എന്തായാലും മോതിരം തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യണം. എനിക്ക് മോതിരം വേണം കേട്ടാ, നിങ്ങൾ മോതിരം തരണം. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരം ഒരാൾ പറയാണ് അതിൻ്റെ ഇടയ്ക്ക്, കമ്പനി എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞു. അന്നേരം സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞാൽ പറയാണ്, എന്നാൽ വിരലിന്റെ അളവ് വാങ്ങിക്കോളൂ, വാക്ക് പാലിക്കണം എന്ന്. സത്യം, എന്തായാലും നിങ്ങൾ വിരലിന്റെ അളവ് മേടിച്ചോ. വിരൽ കാണിച്ചു തരാം, ഏത് വിരൽ ഇടുക അറിയില്ല, നീളമുള്ള വിരലാണ്, ചെറിയ കൈ കേട്ടോ. നമ്മൾ അളവെടുത്താ ഓക്കെ. അടുത്തത്, നീയും വന്ന് തലയിൽ മുണ്ടിട്ട് നിക്ക്, ചിലപ്പോൾ നിനക്ക് കിട്ടും. അയ്യേ, ഇത് വേറെ അർത്ഥത്തിലാ പോയേട്ടാ. ഒന്നും കൂടി കബീറ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നീയും വന്ന് തലയിൽ മുണ്ടിട്ട് നിക്ക്, ചിലപ്പോൾ നിനക്ക് കിട്ടും. പോട്ടെ, ഞാനൊന്നും പറയില്ല, ബാക്കിയൊന്നും പറയുന്നില്ല. പിന്നെ ജയ്സൺ എന്ന് വന്നിട്ട് പറയണ, 29-ന് ഫ്രീസായ അക്കൗണ്ട്സ് റീ ഓപ്പൺ ആകും എന്ന് ഷുവർ ആണെങ്കിൽ പിന്നെ എന്തിനാ കമ്പനി 29-ന് ഓപ്പൺ ആകും എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടത്? അല്ല, കമ്പനി അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ഇടുന്നുണ്ട്. ആ ഇടുന്നുകൊണ്ടാണ് ഒരാളും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതിരിക്കാനോ ഒന്നും പോവാത്തത്. എല്ലാത്തിനും വീണെന്ന് പറഞ്ഞ്, തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ്, എന്ത് ശരിയാന്ന് പറഞ്ഞ് എല്ലാത്തിനും അപ് ടു ഡേറ്റ് ആണ് കമ്പനി കൊടുത്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ജിതിൻ രാജ് എന്ന് ഒരാൾ വന്നിട്ട് പറയണേ, 29 ഡേറ്റ് 20,204 മാറ്റിക്കളിയെടുത്ത് കോയ പറഞ്ഞേക്കാം. എന്തായാലും എൻ്റെ പേര് കോയ എന്നല്ല. ഓക്കെ, എന്തായാലും മാറ്റൂല ഈ മാസം തന്നെ കേട്ടോ. അയ്യോ, ഓക്കെ, പിന്നൊരു റോങ് ഇതുണ്ട്, അത് ഞാൻ പറയില്ല. ഓക്കെ, അതും വേണ്ട. എല്ലാം ഒന്നും നമുക്ക് എല്ലാ കമൻറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കമൻറ്റ്, റഫീഖ് ജം എന്ന് പറഞ്ഞ ഒരാൾ, പാവങ്ങൾ, ബ്രെയിൻ വാഷിങ്, കഷ്ടം പെട്ടതുപോലെ എൻ്റെ വീണ്ടും ഇതുപോലത്തെ ആളുകളും ഇത് കേട്ട് ജയ് വിളിക്കുന്നവരും ഇപ്പോഴും സാക്ഷര കേരളത്തിൽ വസിക്കുന്നുണ്ട് എന്നത് ഒരു പരമസത്യമാണ്. സത്യം, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഹൈറിച്ചിന്നാണ്. ഓക്കെ, എന്നിട്ട് വേറൊരാൾ വന്നിട്ട് പറയാണ്,
എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ എന്നെ പറ്റി. ഓക്കെ, അതെല്ലാം തൊലിക്കട്ടിയാണ് കേട്ടോ. പിന്നെ വേറൊരാള് സാബി വോയിസും ചിലക്കാതെ പോടാ ചങ്ങായി, നിന്റെ കാശ് പോയ സങ്കടം നീ പറഞ്ഞു തീർക്ക്. എൻ്റെ കാശ് പോയതിൻ്റെ സങ്കടം ഞാൻ പറഞ്ഞു തീർക്കൊന്നുമില്ല. എന്തായാലും കമ്പനി ഇതുവരെ നമ്മളെ പറ്റിച്ചിട്ടില്ല, എന്നെ പറ്റിച്ചിട്ടില്ല, പറ്റിക്കൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അത് ക്ലിയർ ആവുന്നുള്ളൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഒന്നുമില്ല. പിന്നെ വേറൊരു അൾട്ടിമേറ്റ് ടീൻസ് ആൻസർ എന്ന് പറഞ്ഞ ഒരാൾ, ഈ നാടൻ ചങ്ങാതിക്ക് ഒന്നും അറിയില്ല, ഒരു പാവം, ഒരിക്കലും എഴുന്നേൽക്കാത്ത ഒന്നും അറിയാത്ത പൊട്ടത്തരം വിളിച്ചു പറയുന്നു. അല്ല, ഞാൻ ഒരു പൊട്ടത്തരം തന്നെ വിളിച്ചു പറയുന്നത്, ഉള്ള തന്നെയാണ് വിളിച്ചു പറയുന്നത്. എന്തായാലും കമ്പനി തിരിച്ചു വരും എന്ന് അത് പറഞ്ഞത് 100% ശരിയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇയാൾ തന്നെ പറയുന്നത്, സീനയുടെ പേരിൽ തൃശ്ശൂർ കാത്തലിക് സിറിയൻ ബാങ്കിൽ രഹസ്യ അക്കൗണ്ട് കണ്ടെത്തി, താനറിഞ്ഞോ? എനിക്കറിയില്ല കേട്ടോ. നമുക്ക് അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്, ഞാനിതൊന്നും നോക്കിയിട്ട് പോയിട്ടില്ല. നമുക്ക് പൈസ വരുന്നുണ്ടല്ലോ, നമ്മളെ പറ്റിച്ചാലും നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെന്തോ ഉള്ളു, കുറേ പുതിയ ചാനലുകാർക്ക് സീന മാഡത്തിന് പുതിയ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് മാഡം, പുതിയ അക്കൗണ്ട് എടുക്കണം എന്ന് വിചാരിച്ചതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അത് എടുത്തുകൊണ്ടത് വളരെ വളരെ താങ്ക്സ് മാഡം, ബിസിയായിരുന്നു. എന്നാലും വേറൊരാൾ പറയും, ക്രിമി ന്യൂസ് ഓൺലി അവർ എന്തിനാ ഹൈ റിച്ച് ഓഫീസ് വന്ന് പൈസക്ക് ചോദിച്ചേ, അതുകൊണ്ടാണ് പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് പകയാണ് അവർക്ക്. ഓ അങ്ങനെ നിന്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, അത് എനിക്കറിയില്ല കേട്ടോ സത്യാവസ്ഥ. ഈ ഓഫീസിൽ പോയിട്ട് പൈസയ്ക്ക് ചോദിച്ചോളൂ ചില വ്ളോഗർമാർ, അവർ പോസിറ്റീവായിട്ട് വീഡിയോ കണ്ടിട്ട്, അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഞാൻ ആരോട് പൈസ മേടിച്ചിട്ടൊന്നുമില്ല, പൈസ മേടിച്ച വീഡിയോ ഒന്നല്ല കേട്ടത്. ഓക്കെ, പിന്നെ ഒരാൾ പറയാണ്, ഇതിൽ തലയിൽ വെച്ച് ഇനിയും തലയിൽ വെളിച്ചം വന്നില്ലേ, എന്താ മാഷെ പറ്റിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റൂ? അതേപോലെ ശരീരം പറ്റുന്നവരെ കുടിക്കണം ചൊറല്ലേ, കുടിക്കണം ചോരല്ലേ, കഷ്ടം. അതിന് ഞാനാരും ഇതുവരെ പറ്റിച്ചിട്ടില്ലല്ലോ. പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള പോലെ പോരാ, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ പലതരം ബിസിനസ് വീട്ടിൽ ചെയ്താലും പോലീസ് കീടും, പോലീസ് പിടികൂടും. അല്ല, നിയമപരമായിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല മൊത്തം. പിന്നെ അതേപോലെ തന്നെ ഒരാൾ ഡിജിറ്റ് ബിസിനസ് മൾട്ടി പോയിന്റ് എന്നൊരു ബിസിനസ് രീതി ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അന്നേരം അതിൻ്റെ ഒരു ആൻസർ പറയാണ് വേറുള്ള ജയേഷ് എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളി തെറ്റിദ്ധരിച്ചത് MS എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് ഒന്നിച്ച് ചെയ്യുന്ന പുള്ളി ധരിച്ചത്. ഒരു കാര്യമുണ്ട്, പല കമ്പനികളും പുതിയ പല ആശയങ്ങളും വരുന്ന നിയമങ്ങൾ മാറിയും അത്രേ ഉള്ളൂ. നേരം ഒരാൾ പറയാണ്, ബ്രോ എന്താ ബഡ്സ് ആക്ട് ഒന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യുന്ന കമ്പനി നക്കി ഇത് ബാധകമാണോ? അതോ എനിക്ക് എന്തെന്നാ ഈ ഭാഷ മനസ്സിലാകുന്നില്ല. കമ്പനി എങ്ങനെ നക്കുക? സോറി കേട്ടാ. ഓക്കെ, വിട്. ഇനി അതേപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ കമ്പനി ഇപ്പോൾ GST മാത്രമല്ല, മറ്റ് വേറെ കുഴഞ്ഞു മറിഞ്ഞ പല പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പറയുന്നത് അല്ല, അവർ ക്ലിയർ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതിൽ തന്നെ വീണ്ടും പറയുന്നത്, ജംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്തൊരു കേസാണ് ഇതെന്ന്. ഓക്കെ, അതിന് നേരത്തെ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. എല്ലാം റിപ്പീറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ വേറൊരാൾ പറയണ ഇട്ടാ മണ്ട മനുഷ്യ, അത് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയില്ല. ഓക്കെ, ഐറിച്ച് കമ്പനി മണി ചെയിൻ കമ്പനിയാണെന്ന് പറയുന്നവരോട് സമൂഹത്തിൽ ഒരു തിന്മ നടക്കുമ്പോൾ നട്ടലുള്ളവർ പ്രതികരിക്കും, എന്നിട്ട് ചിരിച്ചിട്ടൊരു ഇമോജി. നല്ല ഒരു കമന്റ് കേട്ടോ. പക്ഷേ തിന്മ നടക്കുന്നവരെ രണ്ട് തരത്തിലാണ് ആൾക്കാർ പ്രതികരിക്കും. ഒന്ന് സോഷ്യൽ മോറൽ പോലീസിങ്ങും, ഒന്ന് പിന്നെ അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ളൊരു ഇതിലേതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് മോറലാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ പൈസ ഇട്ടോലിക്കില്ലാത്ത വിഷമമാണ് പൈസ ഇടാത്ത ആൾക്കാർക്ക് വിഷമം. ഓക്കെ, അപ്പോൾ ഞാൻ ആരോട് കുറ്റം പറയുന്നതിനുള്ള ഫാക്റ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെയും കുറയ്ക്കാൻ. പിന്നെ ഒരാൾ പറയാണ്, ഞാൻ പറഞ്ഞുകൊണ്ട് ഓലിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയനെന്ന്. ഓക്കെ, പിന്നെ വേറൊരാൾ പറയാണ്, ഇത് ശരിയായില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കൂടും. അതേത് കമ്പനിയാണെന്നറിയില്ല, ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ കൂടപ്പാ, അതിനെന്താ. പിന്നെ ഒരുത്തൻ പറയാണ്, നീ തരുമോ പൈസ? അത് ഞാൻ തരേണ്ട ആവശ്യം വരുമൊന്നുമില്ല, കമ്പനി തന്നെ കൊടുക്കും കേട്ടോ. പിന്നെന്താ പറയുക, ഡേറ്റ് 29 അല്ലേ, വരാം, അവിടെ ഉണ്ടാവില്ലേ? തീർച്ചയായും ഞാൻ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഇത്ര കമൻറ്റ് കേട്ട് നിങ്ങൾ ബോറടിച്ചോന്നറിയില്ല, സോറി കേട്ടാ. എന്തായാലും ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയാണ്.